അപ്പോൾ ടിക്കറ്റ് ഫിനാലെ നമ്മുടെ നൂറയാണ് കൊണ്ടുപോയിരുന്നത്. നൂറ കൊണ്ടുപോയി. ഷീ പ്ലേഡ് വെൽ. ടാസ്കുകളെല്ലാം നന്നായിട്ട് ഗെയിം കളിച്ചു. അങ്ങനെ ടോപ്പ് 5 പുള്ളിക്കാരി കയറിയിരിക്കണം. അപ്പോൾ അടുത്ത വീക്ക് എവിക്ഷൻസിലും ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും എവിക്ഷനിൽ വരും. നൂറ മാത്രം സേവ് ആവും, അതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇനി ഇനി നോമിനേഷൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വേറെ നോമിനേഷൻ ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമായിരിക്കും അടുത്ത ആഴ്ച. അതിന് തൊട്ട് പിന്നാലെ ഇപ്പം നൂറ കയറി, അതിന് തൊട്ട് പിന്നാലെ ആര്യനുണ്ട്. ഒരു 5 പോയിന്റ് ഡിഫറൻസിലാണ് ആര്യനുള്ളത്. പക്ഷേ വെൽ പ്ലേഡ്. ഇവരൊക്കെ നന്നായിട്ട് കളിച്ചു. അക്ബർ ആയാലും നവീൻ ആയാലും അനുമോൾ എല്ലാവരും കളിച്ചു. അനീഷൊക്കെ ലാസ്റ്റ് ടാസ്കിലൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ടു. ആദ്യത്തെ കുറേ ടാസ്ക് പോയപ്പോഴാണ് അനീഷിന് ആ ഒരു പ്രശ്നം ഉണ്ടായത്. സാബുമാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരാളാണ്, കാരണം ഫിസിക്കലി ഫിറ്റാണ്, കളിക്കാൻ. പക്ഷേ സാബുമാൻ എല്ലാത്തിനും പിന്നിലാണ് കേട്ടോ. എല്ലാത്തിലും പിന്നിലാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ടാസ്ക് വൈസ് ആണെങ്കിലും ബിഗ് ബോസ് ഗെയിം ആണെങ്കിലും അതിലൊക്കെ പിന്നിലായിട്ടുള്ള സാബുമാൻ അതവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും അടുത്ത കൊല്ലം ബിഗ് ബോസ് എന്തെങ്കിലും ഇതിന് അഗെയിൻസ്റ്റ് ചെയ്യട്ടെ ഞാൻ ആഗ്രഹിക്കുവാണ്. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയും, നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആസ് ഓഡിയൻസ് വ്യൂ കൊടുക്കാന്നേ ഉള്ളൂ. ചെയ്യേണ്ടത് ബിഗ് ബോസും ഏഷ്യാനെറ്റ് ടീമാണ് ഇതിന് അഗെയിൻസ്റ്റ് എന്താ ചെയ്യേണ്ടത്. ഒരു പക്ഷേ ഇങ്ങനെ പി ആറുകളും ഹെവി പി ആർസ് ഒക്കെ എടുത്ത് വരുന്ന കണ്ടസ്റ്റൻസിനെ പറഞ്ഞു വിടാം. അതാണ് അവർക്ക് ചെയ്യുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ. അത് ചെയ്യുവാണെങ്കിൽ അത് കുറഞ്ഞു വരും. അടുത്ത പാർട്ടിസിപ്പൻസ് അത് ചെയ്യാതിരിക്കും. അവരോട് പറഞ്ഞു തന്നെ വെക്കണം, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതിന് ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഔട്ടാക്കും. ആ ഒരു കേസ് പറഞ്ഞ് നിങ്ങൾ ഔട്ടാക്കും, എവിറ്റ് ആക്കും എന്ന് പറഞ്ഞു നോക്ക്. അത് ചെയ്യത്തില്ല. പക്ഷെ കർശനമായ നടപടി ആ സൈഡിൽ നിന്ന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിയൻസ് ആയിട്ട് നമുക്ക് പലപ്പോഴും അൺഫെയർ ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് അൺഫെയർ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അതിൻ്റെ വ്യൂ പോയിന്റ് ഇല്ലല്ലോ ഒന്നിൻ്റെ. എവിക്ഷൻ ആണെങ്കിലും ഞാൻ ഒരിക്കലും അതുകൊണ്ടാണ് അൺഫെയർ എന്ന് പറയാത്തത്. കാരണം അത് എനിക്കറിയില്ല എന്ത് നമ്മുടെ തോന്നലാണ് ഇങ്ങനെയാണെന്ന്. അതൊരു പ്രൂഫായിട്ട് എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ ഇതാണ് എനിക്ക് പറയാം, സാബുമാനെക്കാട് നിന്ന് പോകുന്നത് തന്നെ കഷ്ടം കേട്ടോ. എന്താ ചെയ്യാം. ഇനി എന്തായാലും ഇനി നമ്മുടെ മെയിൻ ദിവസത്തിൻ്റെ അജണ്ടയിലേക്ക് വരാം. എന്താണ് രാവിലെ തന്നെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കിച്ചൺ ടീം ഈ ആഴ്ച അവരെല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ടാസ്കിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഒഴികെ. ആ ഒരു ഇഷ്യൂ ഉണ്ടായ ദിവസം ഉണ്ടല്ലോ, അതായത് ഒരു ദിവസം മിസ്സായത്, മീൽ സ്കിപ്പായി അത് ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും അവർ മോർണിംഗ് ടാസ്കിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലഞ്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡിന്നർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി, ആ മിസ്റ്റേക്കിന് അവർ ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ബാക്കിയുള്ളവർ ചെയ്തത് എന്താണെന്നുള്ളത് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇതട്ട. ചോദിക്കില്ല. ഈ ലാസ്റ്റ് വീക്ക് ആയില്ല, ഇനി അതൊക്കെ ചോദിക്കുമോ? ചോദിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. ഇനി അവർക്കൊന്ന് ശരിക്കും ഈസി ആയിട്ട് ടോപ്പ് 5 എത്തിപ്പോയ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് ആദില നൂറേനെ തോന്നുന്നത്. ഒന്നാമത് അവർ രണ്ടുപേരും ടുഗദറാണ്. അവർ ഒറ്റയ്ക്ക് പ്ലെയർ ആണെന്ന് ഏഷ്യാനെറ്റ് പറയുന്നത് നമുക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല അവർ ഒറ്റയ്ക്ക് കളിക്കുന്നതായിട്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാ ടാസ്കിലും ഒരാളെ സഹായിക്കാനുണ്ട്. നൂറ ഈ ആഴ്ച ഒരു പ്രോപ്പർ വർക്കും ചെയ്തിട്ടില്ല. പ്രൊവോക്കേഷനാണ്. പുള്ളിക്കാരിക്ക് സപ്പോർട്ടായിട്ട് രണ്ടുപേരും ഉണ്ട്. മെന്റൽ പ്രഷർ ഒന്നും പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ സത്യമായിട്ട് പറയാം, പുള്ളിക്കാരിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടുള്ള TTFലുള്ള പെർഫോമൻസ് ആ റിലേറ്റഡ് ആണ്. അല്ലാതെ പുള്ളിക്കാരിക്ക് വേറെ ഹൗസ് റിലേറ്റഡ് ഒന്നുമില്ല. പുള്ളിക്കാരി ഫുൾ സപ്പോർട്ട്, അതായത് നമുക്കൊരു മോറൽ സപ്പോർട്ട് ഇല്ലേ, അവിടെ ആ ഫുൾ ഹൗസിൽ എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണ് നൂറ എന്ന് ഞാൻ പറയുള്ളൂ. ആദ്യത്തെ ദിവസം തൊട്ട് അവസാനത്തെ ദിവസം വരെ ഒരിക്കലും ഒരാൾ അഗെയിൻസ്റ്റ് പോയിട്ടില്ല. അത് ആദിലായാലും ശരി. ആദിലേക്കും നീ പ്രശ്നം വരുമ്പോൾ നൂറയുണ്ട്, അനുമോളുണ്ട്, ഇവരൊക്കെ കൂടെയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ടോപ്പ് 5ലേക്ക് നൂറ വരുമ്പോൾ പോലും എനിക്കൊരു ചെറിയ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നതാണ്. കാരണം ഇതുവരെ കളിച്ചിട്ടില്ല. കാരണം നേരത്തെ സീസണിൽ ഞാൻ ഇതുപോലെ തന്നെ അഭിഷേക് നമ്മുടെ ടോപ്പ് 5 വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? സീസൺ 6 കഴിഞ്ഞ സീസണിൽ ടോപ്പ് 5 വന്നത്. ടിക്കറ്റ് ഫിനാൽ ജയിച്ചിട്ടാണ് ടോപ്പ് 5 വന്നത്. പക്ഷേ എത്ര ഡിസേർവിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ബീൻ ബാഗിൽ ഇരിക്കുന്ന അല്ലാതെ പുള്ളിക്കാരൻ്റെ ഒരു നിലപാട്, ഒരു ആവശ്യം കിട്ടി അതിന് യെല്ലോ കാർഡ് കിട്ടി, അതിനുശേഷം പുള്ളിക്കാരൻ മിണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ചെയ്ത ഒരാൾ ടോപ്പ് 5 എത്തുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ എനിക്ക് നൂറയുടെ കാര്യം തോന്നുന്നു. ഇപ്പം നൂറ ചെയ്തിട്ടുള്ള അവിടെ ഇഷ്യൂസ്, ഇപ്പം എടുക്കുന്ന ഇഷ്യൂസ് നൂറയായിട്ട് ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പ്രൊവോക്കേഷൻ ആയിട്ട് നമ്മുടെ ഷാനവാസ് കൊടുത്തതാണ്. അതിൻ്റെ ബാക്ക് ടു ബാക്ക് ആണ് ആ ഒരു എഫക്റ്റ് ഈ 3 പെൺപിള്ളേരിൽ വരുന്നത്. അവിടുന്ന് ആ വെസൽ ടീമിൻ്റെ ഇഷ്യൂ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, വെസൽ ടീം അത് ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് ഇഷ്യൂ. അത് അഡ്രസ്സ് ചെയ്യുന്ന ആയിക്കൂടെ കിച്ചൺ ടീം മാത്രമാണ്. അത് അനീഷിനോട് പോലും പറഞ്ഞപ്പോൾ അനീഷിന് അത് അഡ്രസ്സ് ചെയ്യാൻ എന്താ എത്ര മടി? അനീഷ് എന്നുള്ള വ്യക്തിനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? അനീഷ് ഒരാളുടെ മുഖം നോക്കാതെ ആര് തെറ്റ് ചെയ്താലും അയാൾക്ക് എഗൻസ്റ്റ് പറയാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. ഒരു ഫേവറേറ്റിസില്ല. അവിടെ എത്ര ഫാൻ ഫോളോയിങ് ഉള്ള ആളാണെങ്കിലും അനീഷോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അനീഷിനോട് ഫാൻ ബേസ് കൂടിയത്. ആദ്യത്തെ 2-3 ആഴ്ചയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷാനവാസിനോട് കൂടിയ ശേഷം പുള്ളിക്കാരൻ ഒരു സൈഡ് അങ്ങ് കണ്ണ് കെട്ടിയ പോലെ ആയിപ്പോയി.
പിന്നെ പുള്ളിക്കാരന് വേറെ തെറ്റുകളൊന്നും ഈ സൈഡിൽ മാത്രമേ കാണുള്ളൂ. അതായത് ഷാനവാസിന്റെ സൈഡിൽ തെറ്റുകളുണ്ടെങ്കിൽ അതങ്ങ് മറിച്ച് കളയാനും മറ്റേ സൈഡിൽ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും മാത്രം നിന്നു. അതാണ് അനീഷിന്റെ ഗെയിമിന്റെ ഫ്ലോ. ഇപ്പോഴും അത് തന്നെ തെറ്റ് തന്നെ ചെയ്തു. അതിനുള്ള കർമ്മ ഇസ് കർമ്മ എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ലാസ്റ്റ് ടാസ്കിൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം എന്താണെന്ന്. അനീഷ് അവിടെ പറയുന്നുണ്ട് കിച്ചൺ വാഷ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അനീഷ് അവിടെ പറയുന്നത് വെച്ചാൽ വാഷ് ചെയ്യുന്നില്ലെങ്കിൽ ടീം മാറ്റൂ, ടീം മീറ്റിംഗ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ടീം മീറ്റിംഗ് ഉണ്ട് കഴിഞ്ഞ ക്യാപ്റ്റൻസിയിലാണ് കേട്ടോ ടീം മീറ്റിംഗ് കൊണ്ടപ്പോൾ അനീഷ് അവിടെ വളരെ മോശമായിട്ടാണ് ബലം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി അതവിടെ വ്യക്തമാണ്. അനീഷിന് ഒരു ടീമിനോ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വേറെ ആരും കേൾക്കില്ല. അത് നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ അനീഷ് ഇവിടെ ടീം മീറ്റിംഗ് കൊണ്ടുവരുന്ന പറയുമ്പോൾ ഇവരെന്തിനു കേൾക്കണം ഫസ്റ്റ്? പിന്നെ ഇവർക്ക് ക്യാപ്റ്റൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ അവർക്ക് സ്വയം ടീംസിനെ മാറ്റി ഷഫിൾ ചെയ്യാമായിരുന്നു. അവർ ചെയ്യാത്തത് അവരുടെ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ഇത് ഇവർ ചെയ്യുന്നില്ല അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ള ദേഷ്യത്തിലാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഞാനാണെങ്കിൽ ഷഫിൾ ചെയ്ത് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സ്വയം ചെയ്യും. കാരണം ഇവിടെ ഒരു ഇമോഷണൽ ഫാക്ടർ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ ജോലിയൊന്നും ചെയ്യുന്നില്ല, ബാത്റൂം ഒക്കെ വൃത്തിയായിട്ടാണ് നടക്കുന്നത്, ഒരു ജോലിയൊന്നും ചെയ്യുന്നില്ല. ഈ ക്യാപ്റ്റൻസ് 3 ക്യാപ്റ്റൻസ് പറഞ്ഞു ഇവർ ഇത്ര സീൻ ഉണ്ടാക്കി, ഇവർ തന്നെ ഈ ആഴ്ച ഈ ജോലി മുഴുവൻ വീട്ടിൽ ചെയ്യാണ്, നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ അനീഷ് കയറി വരും, ആ ഒരു നന്മ ആ സംഭവം അവർക്ക് മനസ്സിലാവും, അയ്യോ ഇത് ഞങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ജോലി ചെയ്താനെ അത് ഒരാഴ്ച ഇവർ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഒറ്റ ദിവസം അവരുടെ വീടിന് കംപ്ലൈന്റ് പറയുന്നത് ഇവർ മൊത്തം വീടിനെ ക്ലീൻ ചെയ്ത് ഇവർ ഡ്യൂട്ടി ചെയ്തിരുമായിരുന്നു. അത് ഔട്ട് പോകുന്ന അറിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് പേടിയായിട്ട് അവർ സ്വയം വന്ന് ഏറ്റെടുത്ത് ചെയ്താണ്. അത് ഇവർക്ക് അതാണ് ഗെയിം എന്ന് പറയുമ്പം ബിഗ് ബോസ് ഗെയിം ഉണ്ടല്ലോ, കുറച്ചൊക്കെ ഇവർ റിയൽ ആയിട്ട് നിൽക്കുന്നവരാ. ഈ 3 പേരും റിയൽ ആയിട്ട് അവരുടെ ഇമോഷൻസ് കാണിക്കുന്നു. ആ ദേഷ്യം വരുമല്ലോ, നോർമൽ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിലാണ് നമ്മൾ ഇത് ചെയ്തുള്ളൂ. പുറത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ അവർ റിയാക്ട് ചെയ്യുന്നു. അവിടെ ഗെയിം കളിക്കുന്നില്ല. ഗെയിം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള ഇമോഷണൽ ഇതുണ്ടല്ലോ, അതെടുത്ത് കളിക്കണം. അത് ഇവർക്ക് 3 ആരും ഒട്ടുമേ അറിയില്ല, ആരും ഭയങ്കര റിയലാണ്. ആ റിയൽ ആയിട്ട് എന്താണ് അപ്പോൾ തോന്നുന്നത് അതെടുത്തങ്ങ് പറയും. അതുകൊണ്ടാണ് ഇവരെ ഞാൻ പറയട്ടെ, ആ വെസൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പം നമ്മുടെ ഗ്രീക്ക് യോഗട്ട് ഇഷ്യൂ ഉണ്ടായപ്പം നൂറ വന്നിട്ട് അവിടെ ഇതൊക്കെ നൂറയും അവരൊക്കെ ആയിട്ടുള്ള റാപ്പ് വെച്ച് നോക്കും, ആര്യൻ കൈ തൊട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം ആരും പോയി പിടിക്കാനൊക്കെ നോക്കുമ്പോൾ അത് ആരും ആ നോർമൽ റിഫ്ലക്സ് ചെയ്യുന്നതാണ്. പക്ഷെ അതൊരു വിമൻ കാർഡായിട്ട് എടുത്തിട്ടാണ് ഇവരെല്ലാവരും കേട്ടോ. ഈ 3 ഗേൾസിന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബാക്കി വീഡിയോസിൻ്റെ ഒക്കെ ടൈറ്റിൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവർ വിമൻ കാർഡ് കളിക്കുന്ന കുറേ കൂടുതലാണ്. ഇത് ഈ സീസണിൽ ലാലേട്ട ഈ ആഴ്ച നിർത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ലാലേട്ട, അടുത്ത സീസണിൽ മൊത്തം ഇതേ സെയിം സ്ട്രാറ്റജി എടുത്താൽ പോരെ. ഒരു ആൾക്ക് അവിടെ കളിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു ബിഗ് ബോസ് ഉണ്ടാക്കുക, പെണ്ണുങ്ങൾക്ക് ഒരു ബിഗ് ബോസ് ഉണ്ടാക്കുക. ഇത് കണ്ടസ്റ്റൻസിനെക്കാളും കൂടുതൽ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ ബിഗ് ബോസ് ടീമാണ്. കാരണം ബാക്കിയുള്ളവർ ഇനി അടുത്ത കണ്ടസ്റ്റൻസ് വരുമ്പോൾ അവർക്ക് ഇതേ ടെൻഷൻ ആയിരിക്കില്ല, അവർക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റുമോ? ഇത് അവർക്ക് സന്ദർഭത്തില്ല, അവരുടെ ഇഷ്ടത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു വിമൻ കാർഡാണ്, മനസ്സിലായോ? അതായത് അവർക്ക് തൊടുമ്പം അപ്പൊ തൊടാൻ പാടില്ല. ഈ ടാസ്കിൽ ഇവരൊക്കെ പോയി മടിയിലിരുന്നല്ലോ. ഈ പറഞ്ഞ അനു, ബസ്സിലെ കാര്യം പറഞ്ഞ അനു ആരുടെ മടിയിലാണ് ഇരുന്നത് ആദ്യം? എനിക്കിതൊക്കെ പറയാനുള്ളൂ കേട്ടോ. ഞാൻ ഇതാണ് ഞാൻ ആസ് എ വ്യക്തി ഇത് പറയുന്ന ആളല്ല. ഈ വിമൻ കാർഡിനും ഈ ഇഷ്യൂ എന്ന് പറയും, ഇവരങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പറഞ്ഞേ പറ്റൂ. ഇവർ ചെയ്യുമ്പോൾ മാത്രം അത് വിമൻ കാർഡ് എടുത്ത് കളിക്കുക, അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അതൊന്നും കുഴപ്പമില്ല. അത് തെറ്റാണ്. നൂറയുടെ വിമൻ കാർഡ് കളിച്ചത് അനീഷിന് അഗേൻസ്റ്റ്, അനീഷ് അഗേൻസ്റ്റ് ആണ് വിമൻ കാർഡ് കളിച്ചത്. അത് അനീഷിന് ലാസ്റ്റ് മനസ്സിലായി എന്തുകൊണ്ടാണ്. അനീഷ് ഇവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു, എന്താണ് സ്ത്രീകളല്ലേ, സ്ത്രീകളെ പറയാൻ എന്താ ഈ ഗ്രീക്ക് യോഗട്ട് ഇഷ്യൂ വന്നപ്പം ഇവരെടുത്തോണ്ടും പോയപ്പം അവിടെ ഒരു മോശമല്ല, അനുവിന്റെ വായിന്ന് പിന്നെ മുത്തുപൊഴിയുമല്ലോ, വളരെ നല്ല ലാംഗ്വേജ്, അതൊന്നും അനീഷിനെ കേൾക്കാനില്ല. അപ്പൊ അക്ബർ അവിടെ എന്തോ പിറുവിറുത്തു, എന്താണ് ബാപ്പിയുടെ അടുത്ത് പോയി പറയുന്നു എന്തോ പറഞ്ഞു, അത് പഠിച്ചു അനീഷ്. അത് പഠിച്ചിട്ട് അക്ബർ അത് പറയാൻ പാടില്ല, അത് മോശമാണ്, അത് സ്ത്രീക്ക് അഗേൻസ്റ്റ് പറയാം. എന്താ സ്ത്രീക്ക് അഗേൻസ്റ്റ് എന്താ പറയാ, ഒരു മനുഷ്യനെ അഗേൻസ്റ്റും പറയാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. സ്ത്രീക്ക് മാത്രം എത്ര പ്രത്യേകത? സ്ത്രീക്ക് ഒരു പ്രത്യേകത ഒന്നുമില്ല, സ്ത്രീ പുരുഷൻ എന്നുള്ളത്. അവൾ ഒരു ഹ്യൂമൻ ആണെങ്കിൽ അങ്ങോട്ടും പറയരുതെന്ന് പറഞ്ഞാൽ മതി. അവിടെ സ്ത്രീക്ക് പറയാൻ പാടില്ല എന്ന് എടുത്തിട്ട് അനീഷിന് അതേ കർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ പറയുള്ളൂ. ടാസ്കിൽ നൂറുടേത് കിട്ടിയോ? അപ്പൊ പറഞ്ഞല്ലോ ഡേർട്ടി ഗെയിം എന്ന്. ദാറ്റ് ഈസ് വാട്ട്, അതാണ് പോയിന്റ്. ആ ഡേർട്ടി ഗെയിം പോയിന്റ് ഔട്ട് ചെയ്ത് അനീഷ് അവിടെ നിന്നിരുന്നുണ്ടല്ലോ, അനീഷിന്റെ വോട്ട് ബാങ്ക് ആ നിമിഷം കൂടി തുടങ്ങിയാണ്. സത്യം പറയുവാണ്, കാരണം ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് എടുത്തു ആരെങ്കിലും പറയൂ, അത് അനീഷിനെ പോലത്തെ വ്യക്തി പറയുമ്പം കുറച്ചും കൂടി അത് ഒരു ഭയങ്കര, കാരണം അക്ബറിനെ പിടിച്ച് അവര് കൊടയുവാണ്. അക്ബർ എന്ത് പറഞ്ഞാലും അത് ഏൽക്കുന്നില്ല. പിന്നെ പുറത്തത്തെ PR കളി അവരെ നെഗറ്റീവ് ആക്കലാണല്ലോ. അപ്പം അനീഷിനുള്ള വ്യക്തി പറയുമ്പം അത് ഹൈലൈറ്റ് ആയിപ്പെടും. മാത്രമല്ല അനീഷ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു, അത് ചെയ്തില്ല അനീഷ്. അതിന്റെ ഫലമായിട്ടാണ് അനീഷിന് ടാസ്കിൽ അത് അനുഭവിക്കേണ്ടി വന്നത്. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. അനീഷ് ഇനിയും ഗെയിം മാറ്റി കളിച്ചില്ലെങ്കിൽ അനീഷ്, എനിക്ക് അറിഞ്ഞുള്ള അനീഷിനെ എനിക്ക് പോകുന്നത് ടോപ്പ് 5 എത്തിയത് മാത്രമല്ലല്ലോ, വിന്നർ ആവാനല്ലേ നമ്മളോട് വന്നത്. നമ്മൾ വിന്നർ ആവണമെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള പ്രവൃത്തി ബാക്കിയും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും എന്താണിത്. ഫസ്റ്റ് വീക്കിൽ കണ്ട അനീഷ് അല്ല ലാസ്റ്റ് വീക്കിൽ കാണുന്നത്. സിമ്പിൾ ആൻസർ ആണ്. ഇനി
ഈ ഗ്രീക്ക് യോഗ എടുത്ത് നെവിനാണ്. നെവിൻ എടുത്തു. തെറ്റാണ്. നെവിൻ എടുക്കാൻ പാടില്ല. അത് നെവിൻ പറഞ്ഞു ഞാൻ കുറച്ച് എടുത്തുള്ളൂ, പക്ഷെ പകുതി വരെ കാണുന്നില്ല. അപ്പൊ നെവിനാണ് കഴിച്ചിട്ടുള്ളത്. ഫൈൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നൂറ, ആദില, അനു അവിടെ നിന്നൊന്നും എടുത്ത് കഴിച്ചിട്ടില്ലേ? അവർ കഴിഞ്ഞ ആഴ്ചത്തെ ആര്യനെ മുട്ട വരെ മോഷ്ടിച്ച ആൾക്കാരാണ്. അപ്പം അതാണ്. അപ്പൊ അവരൊന്നും എടുത്തിട്ടില്ലേ? അവരെടുത്തിട്ടുണ്ട്. ഈ ആഴ്ച അവരെടുത്തിട്ടുണ്ട്. അവർക്ക് ഇത് പറയാൻ ഒരു അർഹതയില്ല. ഇപ്പൊ നൂറ് എവിടെയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പം അപ്പയ്ക്ക് അനുമോൾ വന്നിട്ട് ഒരു യോഗയുടെ പാക്കറ്റ് എടുത്തോണ്ട് പോയി. അത് പോക്കറ്റിൽ വെച്ചിട്ട് തൊടാൻ പാടില്ല. ഈ ആവശ്യത്തിന് തൊടാൻ പാടില്ല. എനിക്ക് അവരുടെ ആവശ്യത്തിന് തൊടാൻ പാടില്ല. അല്ലാത്തപ്പോൾ അവർക്ക് തൊടാം. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്. എനിക്ക് അതൊന്നും ഒട്ടുമേ ഇഷ്ടമല്ല. സ്ത്രീകളെ ഇറക്കി കളിക്കുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അത് ഒരു ഞങ്ങൾക്ക് ആസ് എ വുമൻ എനിക്കത് അപമാനകരമാണ് ശരിക്കും. എനിക്കത് പറഞ്ഞേ പറ്റൂ. സോറി. ഇനി ഉപ്മാവിൻ്റെ ഇഷ്യൂ. ഇനി അടുത്ത് ഞാൻ പറയുന്നത് ഉപ്മാവിൻ്റെ ഇഷ്യൂ ആണ്. സോറി, ഷേക്കായി. ഇനി അടുത്ത് ഞാൻ പറയുന്നത് ഉപ്മാവിൻ്റെ ഇഷ്യൂ. ഓക്കെ, ഉപ്മാവിൻ്റെ ഇഷ്യൂ വരുമ്പം ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉപ്മാവ് കുറച്ച് ഒട്ടിയിരിക്കും. പിന്നെ അവിടെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇവർക്ക് മാത്രം എന്താ പ്രിവിലേജ്? ഇറങ്ങുന്നില്ല, അത് കഴിക്കില്ല. ബാക്കി എല്ലാവരും ഉപ്മാവ് കഴിക്കുന്നു, ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്നു. ഇത് വലിയ റെസ്റ്റോറൻറ്റിലൊന്നല്ല വന്നിരിക്കുന്നത്. അവരുണ്ടാക്കട്ടെ, അവരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക. ഇല്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് പറയരുത്. അത് നിങ്ങളുടെ കുഴപ്പമാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാവരും ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇവർ കംപ്ലൈൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ ഞാൻ പറയട്ടെ, രാവിലെ 8 മണിയൊക്കെ ആയപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തടാ. 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതിന് ഉച്ച പോലും ആയിട്ടില്ല. 11 മണിയായപ്പോൾ ഇവർക്ക് ലഞ്ച് വേണം പോലും. ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ 11 മണിക്ക് ലഞ്ച് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 12 മണിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് വേണം പറഞ്ഞിട്ട് അവർക്ക് അവർ അതിൻ്റെ ഇടയ്ക്ക് ബ്രെഡും പാലൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അതൊന്നല്ല. അത് കഴിഞ്ഞിട്ട് അവരൊന്ന് പിന്നെ ഇഷ്യൂ. എന്നിട്ട് അനു വന്നിട്ട് കഞ്ഞി വെച്ചു. എത്ര പേർക്ക് കഞ്ഞി വെച്ചു? വെറും ആ 3 പേർക്കും 4 പേർക്കോ അത്രയും പേർക്ക് ബാക്കിയുള്ളവർ എന്താണ്? അവിടെ മനുഷ്യന്മാരല്ലേ? അങ്ങനെ മര്യാദ ഉണ്ടെങ്കിൽ പറയാം, ഒരു കാര്യം ഞങ്ങൾക്ക് വിശക്കുന്നു, കഞ്ഞി വയ്ക്കട്ടെ, ഞാൻ എല്ലാവർക്കും വയ്ക്കാം, ഞാൻ വെച്ചോളാം, പക്ഷെ കഞ്ഞിയും വേറെ വയ്ക്കാം എന്ന് പറയുന്നതാണ് മര്യാദ. അവിടെ നിങ്ങൾ കാണിക്കുന്ന പിന്നെ വേറെ ഒരു ചീപ്പ് ഷോ ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അവിടുന്ന് ക്യാപ്റ്റനായിട്ടുള്ള നെവിൻ വന്നിട്ട് എന്താ അങ്ങനെ വെച്ച്, എന്നാൽ പിന്നെ നമുക്കും കൂടി ഇടാനുള്ളിൽ നിന്നും പറഞ്ഞാൽ എന്താ തെറ്റ്? പിന്നെ ഞാൻ കുറെ വീഡിയോ ഉണ്ട് കേട്ടോ. നെവിൻ അതിലേക്ക് കൈ ഇട്ടു. പിന്നെ കഞ്ഞി വയ്ക്കുമ്പോൾ അതിൽ വെള്ളം നോക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് കൈ കൊണ്ടല്ലേ ചപ്പാത്തി കുഴക്കുന്നത്? ഞാനൊക്കെ കഞ്ഞി വയ്ക്കുമ്പോൾ പിന്നെ സ്പൂണിട്ട് ഇളക്കുമോ എല്ലാത്തിനും? അതല്ലടോ. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കുറേ പേര് വന്ന് വീഡിയോ ഇടുന്നു. ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? അത് ആരാന്ന് മനസ്സിലാവുമല്ലോ. അനു എന്ത് ചെയ്താലും കറക്റ്റായിട്ട് കാണിക്കുന്നു, ബാക്കിയുള്ളവരെ തേച്ച് കാണിക്കും. ഞാൻ അവിടെ ഒരു തെറ്റും കണ്ടില്ല. നെവിൻ അവിടെ പറഞ്ഞാൽ കറക്റ്റാണ്. അതങ്ങനെ ശരിയാവും. ബാക്കിയുള്ളവർ കൊണ്ട് വെക്കണ്ടേ? അവർ അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മോശമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്കവിടെ കാണുന്നത്. എനിക്ക് അതുകൊണ്ട് അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതവർ ചെയ്തത് മോശമാണ്, വളരെ മോശമാണ്. അവർ ആ സ്ത്രീകളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ആ കാര്യത്തിൽ. നോ ഡൗട്ട്. എൻ്റെ സപ്പോർട്ട് ഒരിക്കലും ഇതിലുണ്ടാവില്ല. ഇനി എന്താണ് ഇത്ര അഡമെൻറ്റ്? നമ്മുടെ അനീഷിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അഡമെൻസി. അവർക്ക് മാത്രമാണോ അനീഷെ? അവർ തിരിച്ചു ചോദിക്കുമ്പോൾ അനീഷിന് ആൻസർ ഇല്ലാത്തതാണ്. അഡമെൻ്റ് അവിടെ ആരാണ് കൂടുതൽ? ഈ ആഴ്ച മൊത്തം കൂടുതൽ അഡമെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? നൂറ, അനുമോള്, ആദില, ഇവരാണ് ഏറ്റവും കൂടുതൽ അഡമെൻസി കാണിച്ചിട്ടുള്ളത് അവിടെ. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തുകൊണ്ട് അനീഷിന് പറ്റുന്നില്ല? പിന്നെ അനീഷ് എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഹ്യൂമൻ ആണ്, നമ്മൾ മനസ്സിലാക്കണം. കിച്ചൺ ടീമിന്റെ ഇഷ്യൂ മാത്രം കാണുമ്പോൾ ആണ് ഈ അനീഷിന്റെ ഫ്ലോ. ബാക്കിയുള്ളവരൊന്നും അനീഷിനൊരു കുഴപ്പമില്ല. ടീം ഷഫിൾ ചെയ്യായിരുന്നു എന്ന് ഞാനും പറയുന്നു. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ടീം ഷഫിൾ ചെയ്യായിരുന്നു. അത് ചെയ്യാമായിരുന്നു വേണമെന്ന് വെച്ചാൽ. എന്നിട്ട് അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വോയിസ് ഉണ്ടായിരുന്നു. അത് അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ അവരുടെ വാശി വെച്ചിട്ടാണ് ചെയ്യാത്തത്. അത് ഞാനും പറയുന്നു, അത് അവർക്ക് ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടാസ്കുകളാണ്. ടാസ്ക് ഒന്നല്ല, മറ്റേ ടാസ്കിലും പിന്നെ നൂറാണ് ജയിച്ചത്. ആ ടാസ്കിൽ ശരിക്കും ഇവരെ പ്രൊവോക്ക് ചെയ്യുന്നില്ലടാ. ബാക്കി ആൾക്കാരൊന്നും ആ പ്രൊവോക്കേറ്റീവ് മോഡിലേക്ക് വരുന്നില്ല. നൂറ് ജയിക്കരുതെന്നുള്ളത് ബാക്കിയുള്ളവരുടെ ആവശ്യമായിട്ട് മാറുന്നില്ല. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അന്നേ ഒരു ടാസ്കിൽ പറഞ്ഞു, ആ ബാലൻസിങ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അന്നൊക്കെ ആരും നമ്മുടെ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓർക്കുന്നുണ്ടോ? ആരുടെ നൂറയാണെങ്കിലും ആരായാലും ആ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നും ആവശ്യമില്ല. അവരങ്ങനെയല്ലല്ലോ കളിക്കുന്നത്. അവരങ്ങനെയല്ല കളിക്കുന്നത്. മറ്റുള്ളവർ ആരിനെ പുറത്താക്കാൻ വേണ്ടിയും നൂറെ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അത് സംശയം എന്താ? അവർ കളിക്കാൻ പാടില്ല എന്നല്ല, കളിച്ചോട്ടെ. പക്ഷെ ഇവരത് മനസ്സിലാക്കുന്നില്ല എന്നാണ് എൻ്റെ വിഷമം. അതാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് മനസ്സിലാക്കുന്നില്ല. അതൊരു തോൽവിയാണ് ആ ഭാഗത്തിൽ, ആ കാര്യത്തിൽ കേട്ടോ അവരുടെ. അല്ലേ, ഇനി ഇതെല്ലാം കഴിഞ്ഞപ്പം ഇവരിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം വീക്കെൻഡ് എപ്പിസോഡിൽ നെവിന് കിട്ടും. ശരിയാണ്, നെവിന് കിട്ടും. നെവിന് നല്ലോണം കിട്ടും. കാരണം നെവിൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഷാനവാസിന്റെ അഗേൻസ്റ്റ് മാത്രമല്ല, ഷാനവാസിന്റെ അഗേൻസ്റ്റ് എന്നാൽ അത് ഫിസിക്കൽ അറ്റാച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് അങ്ങനെ സംഭവിച്ചു. പുള്ളിക്കാരുടെ ഹെൽത്ത് ഇഷ്യൂ ആണ്. അത് റെസ്പോൺസിബിൾ ഫസ്റ്റ് ബിഗ് ബോസ് ടീമാണ്. അത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും വരുന്നുള്ളൂ. അവർ എല്ലാവരും ഉണ്ട് കേട്ടോ. അത് അനുമോൾ തുടക്കം ലാസ്റ്റ് എല്ലാവരും അതിൽ റെസ്പോൺസിബിൾ ആണ് കേട്ടോ ആ ഇഷ്യൂസിൽ. അത് നോ ഡൗട്ട്, ഷാനവാസ് ഉൾപ്പെടെ. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇനി അവിടെ പറയുന്നത് നെവിന് കിട്ടും. ബാക്കി ഈ അനുമോളോടുള്ള ഇത് പുള്ളിക്കാരൻ ഫുൾ ടാർഗറ്റിംഗ് ആണ്. ശരിക്കും പുള്ളിക്കാരൻ പക്ക ബിഗ് ബോസ് ഗെയിം കളിച്ചത്, സത്യം.
അതിന് കിട്ടും. അത് വീക്കെൻഡിൽ കിട്ടും. ലാലേട്ടൻ അത് തിരുത്തുകയൊക്കെ ചെയ്യും, പറയുകയും ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യും. അതൊക്കെ ചെയ്യണം. അത് ചെയ്യുന്നത് നല്ലതാണ്. നെവിൻ തന്നെ നല്ലതാണ്. കുറച്ചുകൂടെ ഗെയിം നന്നായിട്ട് കളിക്കട്ടെ നിൽക്കുവാണെങ്കിൽ അത് നല്ല കാര്യം. അപ്പം പിന്നെ ഇവരെ 3 പേരെ കുറ്റം. ഇതാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നമുക്ക് ഈ ടീമിനെ കുറിച്ച് തോന്നാനുള്ള കാര്യം ഇവർ ഏതേരം ഇവരെ കുറിച്ച് കുറ്റവും. അക്ബറിന് കപ്പ് കൊടുത്താലും കുഴപ്പം. ഇവർക്ക് എവിടെ നിന്നാണ് ഈ അക്ബറിന്റെ കപ്പ് കിട്ടുന്നത് എനിക്കറിയണ്ട. അത് ഷാനവാസ് എവിടെന്നോ ഷാനവാസ് അവിടെ കുത്തി വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ അത്. അക്ബറിന് ഭയങ്കര ഇതാണെന്നും അക്ബറിന് ഈ ഡയറക്ടറിന്റെ സപ്പോർട്ട് അതൊക്കെ എവിടെ നിന്നാണ് ഈ എടുത്തുകൊണ്ട് വന്നതെന്ന് എനിക്കറിയില്ല. അത് തന്നെ പുറത്തും പറയുന്നത്. അകത്ത് പറയുന്നത് തന്നെ പുറത്തും പറയുന്നത്. നല്ല പുറത്താണ് ആദ്യം തുടങ്ങിയത്. അത് അതിൻ്റെയാണ് അകത്ത് തുടങ്ങിയത്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അനുമോളുടെ വായിന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എന്തായാലും പറയുന്നത് ഷാനവാസ് ഹോസ്പിറ്റലൈസ് ആവാൻ കാരണം നെവിനാണ്. ആ ഷാനവാസ് ഹോസ്പിറ്റലൈസ് ആവാൻ കാരണം നെവിൻ മാത്രമല്ല. ഷാനവാസ് ഹോസ്പിറ്റലൈസ് ആവാൻ കാരണം അവിടെ എല്ലാവരും ഉണ്ട്, ബിഗ് ബോസ് ടീം ഉൾപ്പെടെ. അത് ഞാൻ പിന്നെ എടുത്ത് പറയുവാണ്. അത് 100 അവിടെ ഇരുന്ന് അതൊരു ഗെയിമായിട്ട് എടുത്തു. എനിക്കത് ഒട്ടുമേ ഇഷ്ടപ്പെടത്തില്ല. നമ്മളൊരാളവിടെ പോയി എന്താ സത്യാവസ്ഥ ഒന്നും അറിയില്ല. ഒരാളെ അവിടെ ഈ സംഭവം എടുത്ത് അതിന് എഗെയിൻസ്റ്റ് ഇടുക. അതായത് നെവിൻ എഗെയിൻസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. അത് നൂറയുടെ ഗെയിമാണ്. നൂറ എന്താ വിചാരിച്ചിരിക്കുന്നത് അറിയാം, ഇനി ഷാനവാസ് തിരിച്ചു വരത്തില്ല എന്നാണ് നൂറയുടെ വിചാരം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഇടയ്ക്കിടയ്ക്കും ചോദിക്കുന്നത് 24 hours കഴിഞ്ഞാൽ വരില്ലല്ലോ. കാരണം ആ വോട്ട് ബാങ്ക് കിട്ടാം. വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇവരുടെ കളി. ഒരു ഡൗട്ടും ഇല്ല. കാരണം കുറച്ചാഴ്ച മുമ്പ് ഈ ഷാനവാസിനെ നേരെ തിരിച്ചു പറഞ്ഞതും പിന്നെ അതിൻ്റെ മറ്റേ ടാസ്ക് ഒന്നുമല്ല, നമ്മുടെ സീക്രട്ട് ടാസ്ക്. അത് എനിക്ക് ഷാനവാസ് വെളുപ്പിക്കൽ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. സീക്രട്ട് ടാസ്ക് വന്നതിന് ശേഷം ആണ് പിന്നെയും കൂടിയത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതുവരെ ഷാനവാസ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവർ. ഷാനവാസിന്റെ ടീമിന്റെ ആൾക്കാർക്കൊക്കെ എന്ത് ദേഷ്യമായിരുന്നു. പിയാക്കൊക്കെ ഇവരായിട്ട് കുറ്റം പറയലായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നേരെ തിരിച്ച് ഇത് ജസ്റ്റ് ഗെയിം സ്ട്രാറ്റജിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഷാനവാസിനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരാൾ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകണ്ട. ഷാനവാസിന്റെ വോട്ട് ഷാനവാസിന് തന്നെ കിട്ടട്ടെ. ആ ഷാനവാസ് തിരിച്ചു വന്നോട്ടെ. ലാസ്റ്റ് വീക്ക് വന്ന് ഇരിക്കട്ടെ. എന്തായാലും ഈ സീസണിൽ ആര് വിന്നർ ആയാലും നമ്മുടെ കയ്യിലല്ല, ഓഡിയൻസിന്റെ കയ്യിലല്ല എന്നുള്ള തോന്നുന്നത് നമുക്ക് തന്നെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഹൂ എവർ ഈസ് വിന്നർ അവിടെ ഒരാളാണെങ്കിൽ ഈസി വഴി പോകണ്ട എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ആരുമേ. അപ്പം വരട്ടെ, വന്നിട്ട് അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ കളിക്കട്ടെ, എന്താണ് ചെയ്യട്ടെ. അപ്പോൾ ഷാനവാസിന് ആ സിറ്റുവേഷൻ എടുത്താണ് അവർ യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ ടാസ്ക്, ഉല്ലാസ യാത്ര ടാസ്ക്. നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് സീസൺ 5 അതേ ടാസ്ക് മാറാൻ. അതൊക്കെയാണ് സീസൺ 5 ടിക്കറ്റ് ഫിനാലൊക്കെ ഫണ്ണായിരുന്നു കേട്ടോ. അവിടെ ആര് ജയിച്ചാലും നമ്മളൊരു ഫണ്ണായിട്ട് കൺസിഡർ ചെയ്ത് ആര് ജയിക്കാലും ഗുഡ് ഫോർ ദം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു സീസൺ 5. അതെനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി സീസൺ 6 അത്ര തോന്നിയിട്ടില്ല. സീസൺ 5 എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലെ. സീസൺ 4 ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലെ, സത്യമായിട്ടും. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ടാസ്കുകളായിരുന്നു. അതൊക്കെ എന്താ പറയുക, അവിടെ നിന്ന് ഭയങ്കര വെഞ്ചൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ അന്നേരമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും ഒന്ന് കാം ഡൗൺ ആയി. ആ ഒരു വിദ്വേഷമോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ അതിലും ഇത് കാണിക്കണം, ഗ്രൂപ്പിസവും. ഇവർ ഒറ്റയ്ക്കല്ലേ കളിക്കാൻ വന്നത്, അതൊന്നും കണ്ടില്ല ഞാൻ അതിനൊന്നും, ഈ ഗ്യാങ്ങിൽ പ്രത്യേകിച്ച്. ഇനി അതിൽ നെവിൻ ആദ്യം ഔട്ടായി. നെവിൻ അത് കഴിഞ്ഞിട്ട് പോയി. നെവിൻ അറിയാം, നെവിൻ അവിടെ നിന്നാലും എത്ര 100 ഔട്ടാകാത്ത സ്ഥിതിക്ക് നെവിൻ എന്ത് പോസിബിലിറ്റിയാണ് ഉള്ളത്? 100 ഔട്ടായാലേ ബാക്കിയുള്ളവർക്ക് പോസിബിലിറ്റി ഉള്ളൂ. ഇവരെല്ലാവരും ചെയ്യേണ്ടത് എന്താ അറിയോ? 100നെ ടാർഗറ്റ് ചെയ്യണം. അതാരുമേ ചെയ്യുന്നില്ല. അവർ ആ ഗെയിം ലെവൽ എടുക്കുന്നില്ല. മനസ്സിലായോ? ലാസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എസ്പെഷ്യലി അവർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോഴേ അവിടെ ഒരു ഗെയിം ചേഞ്ച് വരത്തുള്ളൂ. അതവർ ചെയ്യാത്തടത്തോളം കാലം ഒരു കാര്യമില്ല. അങ്ങനെ ഓർഡറിൽ ഇരുന്നങ്ങ് പോയി, ഒരു ഗുണമില്ല. 100 തന്നെ ജയിക്കില്ലേ? പിന്നെ എന്തിനാണ് ഇരിക്കുന്നത്? ബാക്കിയുള്ളവർ എനിക്ക് പോകണമായിരുന്നു നേരത്തെ എന്ന് ഞാൻ പറയാം. എന്തോ ആയിക്കോട്ടെ, അവരുടെ 100% എഫേർട്ട് ഇട്ടിട്ട് അതിനുള്ളിൽ ഇരുന്നു. എനിക്ക് തോന്നുന്നില്ല ആരും ലൈവ് കണ്ടിട്ടുണ്ട്. കാരണം എല്ലാ എപ്പിസോഡിൽ തന്നെ റിസൾട്ടൊക്കെ വന്നപ്പോൾ പിന്നെ ആർക്കും പിന്നെ താല്പര്യം. പിന്നെ എന്താണ് അവർ പറഞ്ഞെന്നുള്ളത്, അതിൽ അനുമോള് അക്ബറിന് അഗേൻസ്റ്റ് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അതായത് നിനക്ക് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ നിൽക്കുമല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അക്ബർ അപ്പോൾ തിരിച്ചു വെച്ചിട്ട് ആരാന്ന് പറയ്, പേര് പറയാൻ ഇത്ര മടി എന്താ, മൈക്ക് മാറ്റിയിട്ട് എന്തിനാ പറയുന്നത് എന്ന് വെച്ചപ്പോൾ പിന്നെ മിണ്ടിയിട്ടില്ല കേട്ടോ. പിയാന കാര്യമൊക്കെ പിന്നെ അക്ബർ കൊടുത്തിട്ടുണ്ട്. അവിടെ പിന്നെ ആ ഫൈറ്റ് ആണല്ലോ. പിന്നെ അനീഷിനെ പുറത്താക്കാൻ നോക്കുന്നു. നൂറയുടെ ഇഷ്ടമാണ്. നൂറ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നത് അവിടെ 3-4 പേര് പുറത്തായ നൂറയ്ക്ക് ഒരു 4th സ്പോട്ടിലോ ഒരു 5th സ്പോട്ടിൽ ഇട്ടാലും നൂറ ജയിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ ബാക്കി ആര് വന്നാലും അത്ര ആര്യക്കുള്ളിൽ മുകളിലോട്ട് പോകാൻ പറ്റുമോ? പിന്നെ ആര്യൻ എങ്ങാനും 9 അല്ല എന്നാലും പോകാൻ പറ്റില്ല. ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു 4 points ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അത് മനസ്സിലാക്കണം. അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നില്ല. അതാണ് എനിക്ക് ബാക്കിയുള്ളവരുടെ ദേഷ്യം. ഇവരാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ഗെയിം കളിക്കുന്നത്. ഇതിലും ടിക്കറ്റ് ഫിനാലിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോലും കോമ്പറ്റീഷൻ ആവുന്നത്. അനു സൂക്ഷിച്ചോ, അനുവിന് കിട്ടാൻ പോകുന്നത് ഈ ഫിനാലേക്ക് ആകുമ്പോൾ അനു ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഫ്രണ്ട് നിന്ന് ജയിച്ചുകൊണ്ട് സന്തോഷം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അനുവിൻ്റെ മണ്ടത്തരം എന്തായിരുന്നു എന്നുള്ളത്. അത് മനസ്സിലാവും. ഇനി അത് കഴിഞ്ഞ് നെവിൻ ഔട്ടായിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനുമോളുടെ ബാഗിൽ കൊണ്ടുവയ്ക്കുന്ന സംഭവം. ഇത് എപ്പോഴും അനുമോൾ എടുത്ത് വയ്ക്കും ബോളും അതും ഇതൊക്കെ. എനിക്കറിയണ്ട എന്തോ ഇത് ബിഗ് ബോസിനോട് ചോദിച്ചിരുന്നു പോലും, ബിഗ് ബോസ് ഒന്നും മിണ്ടില്ല. അപ്പോൾ നെവിൻ പറഞ്ഞൊരു സംഭവമുണ്ട്, ഞാൻ യോഗട്ട് കഴിക്കുമ്പോൾ ബിഗ് ബോസിനോട് പറഞ്ഞു ബിഗ് ബോസ് ഒന്നും മിണ്ടില്ല, ഞാൻ യോഗട്ട് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇനി മേലാൽ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. വെരി ഗുഡ് പോയിന്റ്.
അനുമോൾ ചെയ്യുമ്പോൾ അത് കള്ളത്തരമല്ല. അനുമോൾ ആ ഗ്യാങ് ചെയ്യുമ്പോൾ കള്ളത്തരമല്ല. അവരൊക്കെ ചെയ്തിട്ടുണ്ട്, പേരൊക്കെ മോഷ്ടിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കള്ളത്തരമല്ല. ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ കള്ളത്തരവും ബാക്കി അത് നെവിൻ ആ ടാഗ് കിട്ടിയോണ്ടാണ് പിന്നെ അത് പിന്നെ ആൾക്കാർ ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവരും അത് കയറി പിടിക്കുമല്ലോ, അനീഷിനൊക്കെ. അപ്പൊ ഇപ്പം അനീഷിന് സൽമാനൊക്കെ ഒന്നും പറയാനില്ലേ? അതാണ് അതാണ് സത്യാവസ്ഥ. എന്നും അതുപോലെ ഡാസ്ലറിന് എന്തൊക്കെ മേക്കപ്പ് ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അതും അനുമോൾ എന്തിനാണ്? അപ്പം അതൊക്കെ ചെയ്യുമ്പം അനുമോൾക്ക് കുഴപ്പമില്ല, ബാക്കി ആരും ചെയ്താലും അവിടെ പ്രശ്നം. അത് അനുമോളെ ഇന്ന് നെവിൻ ചോദിച്ചത് നല്ല കാര്യം. എനിക്ക് ഇതാണ് നെവിൻ്റെ കണ്ടന്റ് ഇഷ്ടം. കണ്ടന്റ് മേക്കറാണ്, നോ ഡൗട്ട്. BB മെറ്റീരിയലാണ്. പ്രൊവോക്കിങ്ങും ഫണ്ണാക്കി എടുക്കുന്ന സമയത്ത് ഫണ്ണാക്കി എടുക്കുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ പുള്ളിക്കാർ എടുക്കും. ടാസ്കും കളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. നെവിൻ മോശമൊന്നുമല്ല ടാസ്ക് കളിക്കാൻ. ടാസ്ക് കളിച്ചിട്ടുണ്ട്. എല്ലാ ടാസ്കും എല്ലാവർക്കും ഫിറ്റ് ആവണമെന്നില്ല, അത് ഓർത്തെത്തോളൂ. ടാസ്കിന് രീതി കളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ടാസ്ക് ഒന്നും പുള്ളിക്കാരൻ ഇഷ്ടമല്ല, അത് പുള്ളിക്കാരൻ എനിക്ക് പോകും. ബാക്കി എല്ലാ ടാസ്കുകളും പുള്ളിക്കാരൻ കളിക്കുന്നില്ലേ, മെജോറിറ്റി ടാസ്കിൽ. ഇന്നലത്തെ ആ ടാസ്ക്, കട്ട വയ്ക്കുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ ഫസ്റ്റ് റൗണ്ടിലാണ് പോയത്. ഫസ്റ്റ് റൗണ്ടിൽ പോയിട്ട് പോലും പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഇത്രയായിരുന്നു, ടോപ്പിലെത്തിയില്ലേ? ആ 1 മിനിറ്റ് 59 സെക്കൻഡിൽ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് പോയത് പുള്ളിക്കാരനാണ്. നല്ല ചോക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഹീ ഈസ് വെരി ബ്രില്യൻറ്റ്. പുള്ളിക്കാരൻ നല്ല ബ്രില്യൻ്റ് ആണ്, നല്ല ടാലൻ്റ് ഉള്ളതാണ്. ടാലൻറ്റ് നേരത്തെ എടുത്തിരുന്നില്ല, ഷുവർ കട്ട്. അനീഷിനൊക്കെ വെട്ടി മുകളിലോട്ട് കയറിപ്പോയാൽ തന്നെ. തമാശയല്ല, അത് സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കളിച്ചില്ല നേരത്തെ. കുറച്ചും കൂടി നേരത്തെ സീരിയസ്നെസ്സോടെ കളിക്കണമായിരുന്നു. കുറച്ചും കൂടി സീരിയസ്നെസ് ഇവരുടെയൊക്കെ എഗൻസ്റ്റ്, അനുമോൾക്കൊക്കെ എഗൻസ്റ്റ് അന്നേ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നെവിൻ എവിടെ എത്തിയെന്നെ. നൂറയുടെ വിമൻ കാർഡ് അടുത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാറിൽ വെച്ച് അനീഷിന് അത് നൂറയുടെ നിന്ന് കിട്ടിയപ്പം മതിയായി. അപ്പോഴാണ് അനീഷിന് അത് ഡേർട്ടി ഗെയിം എന്ന് മനസ്സിലായത്. അതുവരെ അനീഷിന് അത് മനസ്സിലായില്ല. ഇതാണ് പറഞ്ഞത്, നമ്മൾ വൈകി പോകുന്നവരും നമ്മുടെ കയ്യിൽ നിന്ന് ഗെയിം അങ്ങ് വിട്ടു പോകണം. മനസ്സിലാക്കണമായിരുന്നു. അവരത് ആദ്യമേ തൊട്ട് അവരതേ കളിച്ചിട്ടുള്ളൂ. ഞാൻ ആ ക്യാമറ നോക്കി അവർ പറയുമ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല എന്ന്. വിമൻ കാർഡ് ഇതൊക്കെ എന്തിനാണ് ബിഗ് ബോസ് സമ്മതിക്കുന്നത് തന്നെ? അപ്പോൾ ഇതൊക്കെ ശരിക്കും ലാലേട്ടൻ ഈ വീക്കെൻഡ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇവർക്ക് അഗേൻസ്റ്റ് ഉണ്ട്, പക്ഷെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നെവിനായിരിക്കും ഹൈലൈറ്റ്. ആയിക്കോട്ടെ, നെവിൻ അത് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. നെവിൻ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോട്ടെ, നിൽക്കുവാണെങ്കിൽ മുന്നോട്ട് പോട്ടെ, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കപ്പ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ആർക്ക്? അക്ബറിന്. അതാണ് അവരുടെ ടെൻഷൻ മൊത്തം. അക്ബറിന് കപ്പ് കിട്ടിയാൽ അക്ബറിന് കപ്പ് കിട്ടിയാൽ കഴിഞ്ഞ്. ഇവരെന്തായിരിക്കും പറഞ്ഞുണ്ടാക്കുക? അക്ബറിന് കപ്പ് കിട്ടുമോ എനിക്കറിഞ്ഞൂടാ. പുള്ളിക്കാരനെ സപ്പോർട്ട് അത്ര ഉള്ളതാണ് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പം അറിയില്ല കേട്ടോ, കാരണം വെച്ചാൽ ഇത്തവണ PR വേല കളിക്കുന്നുണ്ട്. ശരിക്കും പ്രേക്ഷകർ ആരാണ്, PR ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഇതൊക്കെ കണ്ടിട്ട് പ്രേക്ഷകർ ശരിക്കും എല്ലാവരും ഡിസൈഡ് ചെയ്യണം ലാസ്റ്റ് വോട്ടിങ്ങിൽ അക്ബറിന് കൊടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടന്നേക്കാം, പറയാൻ പറ്റില്ല. അത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ നീവിനാവാം, പറയില്ല. ഇവരുടെ ഗെയിം അനലൈസ് ചെയ്യുന്ന ലാസ്റ്റൊക്കെ ആകുമ്പോൾ പ്രേക്ഷകർ വന്ന് അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടാതെ ആകുമ്പം അവരുടെ ആക്ച്വൽ റിസൾട്ട് ലാസ്റ്റ് കാണും. ഇനി അതിലും PR കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പം നോക്കാം ലാസ്റ്റ് റിസൾട്ട് എന്താ വരുന്നു, എങ്ങനെ വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പുറത്തു വരുമല്ലോ, ഈ 3 പേരും പുറത്ത് വരുമ്പോഴാണ് അവരുടെ റിയൽ ലൈഫിലേക്ക് അവർ കടക്കും. അന്നേരം ഉണ്ട് ഒരു കമൻറ്റ് ബോക്സ്, അതിൽ വരുന്ന കമൻറ്റുകളും നോക്കിക്കോ. അന്നേരം ലൈഫ് ലോങ് PR വെച്ച് നടക്കാൻ പറ്റൂല, അത് ഓർത്തോ. ലൈഫ് ലോങ് ഉള്ളതല്ല ഈ അല്ലെങ്കിൽ ലൈഫ് ലോങ് 16 ലക്ഷം കൊടുത്ത് ഇരിക്കേണ്ടി വരും എല്ലാ കൊല്ലവും, എല്ലാ 3 മാസം കൂടുമ്പോൾ. അത് പറ്റുമെങ്കിൽ ചെയ്തോ. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതേ പറയണം, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വിന്നേഴ്സിന് കിട്ടുന്ന ആ ഒരു ആക്ച്വൽ മെസ്സേജസും ആക്ച്വൽ ടാർഗറ്റിങ്ങും അത് കഴിഞ്ഞിട്ടാണ് നടക്കാൻ പോകുന്നത്. കാരണം പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, പ്രേക്ഷകരുടെ മനസ്സിൽ ഇതുണ്ടാവും. അത് മനസ്സിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കി ഉണ്ടാകാൻ പോകുന്നത്. ബാക്കി ഇതൊക്കെ സഹിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം അടുത്ത കൊല്ലമൊക്കെ PR വെച്ചിട്ട് പോകാട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ PR വെച്ചിട്ടൊക്കെ ജയിച്ചിട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ ലൈഫ് അതൊരു ഒരു ഒരു വലിയൊരു ഹിസ്റ്ററി തന്നെ നടക്കും. അവരുടെയൊക്കെ മനസ്സിൽ അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യാം. പിന്നെ ബിഗ് ബോസ് തന്നെ തീരുമാനിക്കാം ഇതിനൊരു എൻഡ് ഉണ്ടാവണമെങ്കിൽ. നമ്മളല്ല തീരുമാനിക്കുന്നത്, നമ്മൾ വെറും ഒരു കാണികൾ മാത്രമാണ്. പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ കയ്യിലുള്ള 2-3 വോട്ടുകൾ. നമുക്ക് ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു വോട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഒക്കെ വരാം. പക്ഷേ ഞാൻ കുറച്ച് ഡിലേ ആവും കേട്ടോ, ചിലപ്പോൾ ഞാൻ പുറത്തായതുകൊണ്ട്. ഒരു പക്ഷേ നാളെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടാം. അത് മനസ്സിലാക്കണം, ഞാൻ ട്രാവൽ ചെയ്യായതുകൊണ്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.